ഈ മൂന്ന് ഘടകങ്ങളെ ഇറ്റ്സ് കോൾഡ് ഇതുണ്ട് ഒരു ട്രയാങ്കിൾ പോലെയാണ്. സി ഇതിന് നമ്മൾ പറയാം എക്സ്പോഷർ ട്രയാങ്കിൾ, എക്സ്പോഷർ വാല്യൂ എന്നാണ് EV. ഓക്കെ, ഈ എക്സ്പോഷർ ട്രയാങ്കിളിൽ മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് ISO, രണ്ട് അപ്പർച്ചർ, മൂന്ന് ഷട്ടർ സ്പീഡ്. സി ഇതിനൊക്കെ ഓരോ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി നോയ്സ്, ISO കൺട്രോൾ ചെയ്യുന്ന സംഭവം മെയിൻ ആയിട്ട് നോയ്സ് ആണ്. ഇപ്പൊ ISOയുടെ വാല്യൂ 100ൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് നോ നോയ്സ്, ക്രിസ്പ് ആൻഡ് ക്ലിയർ. 400ൽ വരുമ്പോൾ കുറച്ച് ബിറ്റ് നോയ്സ്, 800 വരുമ്പോൾ മോർ നോയ്സ്, 1000ൽ വരുമ്പോൾ കൂടുതൽ നോയ്സ്. അപ്പോൾ ഒരു ഒറ്റ കാര്യം മാത്രം ഇപ്പൊ മനസ്സിൽ വെച്ചാൽ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ISO ലോ നമ്പർ ആകുമ്പോൾ കുറഞ്ഞ നോയ്സേ ഉണ്ടാവുള്ളൂ. ഡിജിറ്റൽ നോയ്സ് ആണ് ഉദ്ദേശിച്ച് നോട്ടീസ് ചെയ്യുന്നു. ഗ്രേഡ്സ് യെസ്. വലിയ നമ്പറിൽ വരുമ്പോൾ നോയ്സ് വരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം അപ്പർച്ചർ. ഈ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഓപ്പണിംഗ് ആണ്. ലൈറ്റ് ഇൻറ്റു നമ്മുടെ സെൻസറിലേക്ക് വരാനുള്ള ഒരു ഹോള്. അത് കൺട്രോൾ ചെയ്യുന്ന മെയിൻ സംഭവം ഡെപ്ത് ഓഫ് ഫീൽഡ്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില ഫോട്ടോസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സബ്ജക്റ്റ് വളരെ സ്റ്റാൻഡേർഡ് ക്രിസ്പ് ആൻഡ് റേസർ ഷാർപ്പും അതിന്റെ ഫ്രണ്ടും ബാക്കും എലമെന്റ്സ് ബ്ലറിയും. അതായത് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്നു, സച്ചിൻ ഭയങ്കര ഗാലറി ഇരിക്കുന്നവരൊക്കെ പൊട്ടു പോലെ കാണുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ചില എന്റെ ഫോട്ടോസ് നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ്. അത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ ഈ സെക്ഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളില്ലേ സി ഇവിടെ ഈ DOF അതായത് അപ്പർച്ചർ എന്നുള്ള വാല്യൂ വലിയ നമ്പർ കൊടുത്തപ്പം ഇത്ര ആളുകൾ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. നമ്പർ കുറച്ചുകൂടെ കുറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ആള് ഷാർപ്പ കുറച്ച് കുറഞ്ഞു വന്നു. ഇറ്റ്സ് കോൾഡ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഞാനിപ്പോൾ പറഞ്ഞത് ISO നോയ്സ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു, അപ്പർച്ചർ നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നു. ഡീറ്റെയിൽ നമ്മൾ ഓരോന്നും 1 by 1 ആയി പഠിക്കും. അതിൽ എന്തെല്ലാം എലമെന്റ്സ്, എന്തെല്ലാം ഘടകങ്ങൾ അതിനെ ബാധിക്കുന്നു. സി ദ ലാസ്റ്റ് വൺ ഷട്ടർ സ്പീഡ്. ഞാൻ നേരത്തെ കുറെ പറഞ്ഞു ഷട്ടർ മോഷൻ ചെയ്യുന്നത്. സി ഷട്ടർ സ്പീഡ് വാല്യൂ ഹയർ നമ്പറിലേക്ക് വരുമ്പോൾ ഇമേജ് ഫ്രീസ് ആവും. അതായത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കും നമ്മുടെ സബ്ജക്ട്. ദെൻ അത് ലോ നമ്പറിലേക്ക് വരുമ്പോൾ സി 125, 130, 1:1, 4:1 ഇത് വരുമ്പോഴല്ലേ ഇതിൽ ഇമേജിൽ വരുന്ന മോഷൻസ് കണ്ടില്ലേ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഷട്ടർ സ്പീഡ്, ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ. ഇത് മൂന്നും മെയിൻലി കൺട്രോൾ ചെയ്യുന്ന ISO നോയ്സ് ലെവല്, അപ്പർച്ചർ ഡെപ്ത് ഓഫ് ഫീൽഡ്, അതായത് ഇമേജ് നമ്മുടെ സബ്ജക്ട് സ്റ്റാൻഡ് ഔട്ട് ആവട്ടെ എന്നുള്ളത്, ഷട്ടർ സ്പീഡ്, മോഷൻ. ക്ലിയർ? ഈ മൂന്ന് സംഭവങ്ങളും ഇനി എങ്ങനെയാണ് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സി ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പോഷർ. ഞാൻ ഇപ്പൊ എനിക്ക് പറയാം ഈ മൂന്ന് പിക്ചറുകൾ, ഫോർ എക്സാമ്പിൾ ഇതില് ഒരു മൂവിങ് സബ്ജക്റ്റ് ഉണ്ട് സി അല്ലെ. ആ ബി വേറൊരു ബിയിലേക്ക് പറന്നു വരികയാണ്. അത് പറന്നു വരുന്ന ആ ബി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്റെ ഷട്ടർ സ്പീഡ് നല്ലൊരു ഹയർ നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് എനിക്ക് ഇത്ര ഷാർപ്പാൻ കിട്ടിയത്. ഇനി ഇവിടെ ഞാൻ ഇയാള് ഷാർപ്പ് ആവണം, അതോടൊപ്പം തന്നെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇതാണ് സാധനം. ഇത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി ബാക്കിലുള്ള ബ്ലറി കണ്ടില്ലേ. ഇവിടെ എനിക്ക് ഈ ഒരു ആളൊരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഫീല് ക്യാരി ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ടും കിട്ടണം, സബ്ജക്റ്റും കിട്ടണം. അപ്പൊ ഞാനൊരു ഹയർ നമ്പർ അപ്പർച്ചർ വാല്യൂല് പോയിരിക്കാം. അതാണ് ഈ ഇമേജ് കിട്ടിയത്. ഇവിടെ സി ഇതൊരു ഏരിയൽ ഷോട്ട് പോലെ മേലൊന്നും എടുത്ത ഫോട്ടോ. നമ്മൾ വ്യൂ പോയിന്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും, എങ്ങനെ ഒരു ഫോട്ടോ സ്റ്റാൻഡ് ഔട്ട് ആവും. ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പറയാം. ഈ ഫോട്ടോസിൽ എനിക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ബട്ടർഫ്ലൈ എടുക്കുന്ന പോലെ എനിക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് വേറൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും നല്ല ഫോട്ടോസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ഞാൻ FBയിൽ കണ്ട, അല്ലെങ്കിൽ ഇന്ന സൈറ്റിൽ കണ്ട, അല്ലെങ്കിൽ ഇന്ന എക്സിബിഷനിൽ പോയപ്പോൾ കണ്ട ഒരു ഫോട്ടോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾ ആ ഫോട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഫോട്ടോ എന്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇഷ്ടമായി. അത് നിങ്ങൾ നോർമൽ കാണുന്ന വ്യൂവിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യൂവിലായിരിക്കും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു ബട്ടർഫ്ലൈയിൽ എനിക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെയുള്ള ഈ ഐ വ്യൂ എന്ന് പറയും. നമ്മൾ ഇങ്ങനെ കാണുന്നത് നോർമൽ എല്ലാവരും കാണുന്ന വ്യൂ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇരുന്നിട്ട് എന്നെ കാണുന്നതും നിങ്ങൾ നിന്നിട്ട് എന്നെ കാണുന്ന രണ്ട് വ്യൂ ആണ്.
അപ്പോൾ സാധാരണ ആളുകൾ കാണുന്ന വ്യൂവിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു വ്യൂ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ കണ്ടെത്തുന്നത് അത് നോട്ടീസ് ചെയ്യും. എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് എങ്ങനെ നിങ്ങൾ എന്തിനു വേണമെങ്കിലും നിങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ കാണുന്ന വ്യൂ ജസ്റ്റ് നിങ്ങളൊരു ഒരു ലാൻഡ്സ്കേപ്പ്, ഓക്കെ, ലാൻഡ്സ്കേപ്പ് നിങ്ങൾ നേരെ ഈ വ്യൂവിലൊക്കെ കാണുന്നു. ജസ്റ്റ് നിങ്ങളൊരു ലോങ് ഷോട്ടിൽ എടുത്ത് നോക്കുക. അതായത് നിങ്ങളുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ കുറച്ച് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വരുന്നു. കാരണം ആ ഒരു വ്യൂ സാധാരണക്കാരന് കാണുന്നില്ല. ആരെങ്കിലും പോയിട്ട് ലാൻഡ്സ്കേപ്പ് കടന്നിട്ട് ഇങ്ങനെ നോക്കിയെടുക്കും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യൂ കണ്ടെത്തുക എന്നുള്ളത് മെയിൻ കാര്യം. ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്പോഷർ. ഇത് എക്സ്പോഷർ എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ്, അത് സബ്ജക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലൈറ്റും കറക്റ്റ് ഇതും എന്താ അപ്രോച്ചറും കറക്റ്റ് ഷട്ടർ സ്പീഡും കൊടുത്തുകൊണ്ട് അത് കറക്റ്റ് എക്സ്പോഷർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഫോട്ടോയിൽ എൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ആവാൻ വിചാരിച്ചത് അതുപോലെ അത് കിട്ടുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് അത് കറക്റ്റ് എക്സ്പോഷർ. നേരെ മറിച്ച് ഈ ഫോട്ടോ വേറൊരാൾ എടുക്കുമ്പോൾ ഇയാൾ മാത്രം ഷാർപ്പും ഇയാൾ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലർ ആവുന്ന അയാൾ ഹയർ ഓപ്പൺ അപ്പറേച്ചറിൽ പോയിരിക്കും. അയാളെ സംബന്ധിച്ച് അതാണ് അയാളുടെ കറക്റ്റ് എക്സ്പോഷർ. എന്നെ സംബന്ധിച്ച് എൻ്റെ കറക്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ എക്സ്പോഷറിന്റെ ബേസിക് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോട്ടോഗ്രാഫർ. അയാൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് എൻ്റെ ഭാഷയിൽ ഞാൻ കറക്റ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ എടുത്ത അതേപോലെ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റ് എക്സ്പോഷർ ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചതല്ല, നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചത് അങ്ങനെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് എക്സ്പോഷർ. ക്ലിയർ? ദെൻ എക്സ്പോഷറിനെ നിയന്ത്രിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ക്യാമറ നിങ്ങൾ ജസ്റ്റ് വ്യൂ ഫൈൻഡറിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഷട്ടർ റിലീസ് ബട്ടൺ ആപ്പ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കാണാൻ പറ്റും. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ജസ്റ്റ് നോക്ക്, നിക്കോണും കനോണും താഴെ ആയിരിക്കും അല്ലേ? ആപ്പ് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ നിക്കോണിലാണ് ഈ പച്ച, കനോണിലാണ് ഈ പച്ച കളറിലായിരിക്കും. ഇതേപോലെ ഒരു ലൈറ്റ് മീറ്ററിങ്, ഇത് ലൈറ്റ് മീറ്ററിങ് നമ്മുടെ എക്സ്പോഷർ കറക്റ്റ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഈ ലൈറ്റ് മീറ്റർ കണ്ടില്ല, ജസ്റ്റ് ആ പ്രസ് ചെയ്ത് അടിയിൽ കാണാൻ പറ്റും അല്ലേ? ഓക്കെ, നമ്മള് സാധാരണ നോർമലി ആളുകള് എക്സ്പോഷർ കറക്റ്റ് ആണെന്ന് വരുത്തല് ഈ വാല്യൂ സെന്ററിൽ വരുമ്പോഴാണ്. ഇവിടെ കുറച്ച് മൈനസ് വാല്യൂസ് ഉണ്ട്, ഇവിടെ പ്ലസ് വാല്യൂസ് ഉണ്ട്. ഇത് സെന്ററിലായി വരുമ്പോഴാണ് ആളുകൾക്ക് അത് കറക്റ്റ് എക്സ്പോഷർ ആണ്. ഇത് ലൈറ്റ് മീറ്റർ ക്യാമറ തരുന്നതാണ്. നമ്മളെ കമ്പ്യൂട്ടറിന് സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് സെൻസ് ഇല്ല. ക്യാമറ അവിടെ വരുന്ന ലൈറ്റ്സിന് ഇതിനൊക്കെ എടുത്തിട്ട് ഉള്ളൊരു വാല്യൂസാണ് തരുന്നത്. ടെക്നിക്കലി ഇത് സെൻട്രൽ ആണെങ്കിൽ കറക്റ്റ് എക്സ്പോഷർ എന്നാണ് പറയുക. പക്ഷെ അത് പ്രാക്ടിക്കലി തെറ്റാണ്. ചിലപ്പോൾ നിങ്ങളിവിടെ കറക്റ്റ് എക്സ്പോഷർ 0 വരുമ്പോഴായിരിക്കും നിങ്ങൾ കറക്റ്റ് എക്സ്പോഷർ നിങ്ങളുടെ സബ്ജക്റ്റ് ചിലപ്പോൾ ബ്ലറി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, കറക്റ്റ് ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നിങ്ങൾ 100% ഒരിക്കലും ഡിഫെൻസ് ചെയ്യരുത്. ഓക്കെ, ഈ ലൈറ്റ് മീറ്ററിനെ ഒരു പക്ഷേ നിങ്ങളുടെ കറക്റ്റ് എക്സ്പോഷർ ഒരു സ്റ്റോപ്പോ അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ ഇപ്പോൾ ISO ആണെങ്കിൽ 100 ഒരു സ്റ്റോപ്പാണ്, അതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് 200. അപ്രേച്ചർ ആണെങ്കിൽ 2.8 ഒരു സ്റ്റോപ്പാണ്, അതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് 5.6. അപ്പോൾ ഞാൻ സ്റ്റോപ്സുകൾ പ്രത്യേകം അപ്രേച്ചറിൽ പറയുന്നതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് കൂടുതലോ കുറവോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കറക്റ്റ് എക്സ്പോഷർ. അപ്പോൾ ഇതിനെ അന്ധമായിട്ട് ഒരിക്കലും ഇതിനെ വിശ്വസിക്കരുത്. ഓക്കെ, ഇറ്റ് വിൽ ബി ഇത് നിങ്ങളെ ചിലപ്പോൾ വിഡ്ഢിയാക്കും. ചിലപ്പോൾ നിങ്ങൾ ആസ് എ ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും. ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് കുറവോ കൂടുതലോ ഉള്ളവർക്ക് ഇപ്പം നിങ്ങളൊരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ ഒരു ഫ്ലവർ, പുറത്തുള്ള ഒരു ഫ്ലവർ എടുത്തു. ആ ഫ്ലവർ കുറച്ച് ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്പോഷർ ഇവിടെ നിൽക്കുമ്പോൾ ഡാർക്ക് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈ പോയിന്റിലേക്ക് വന്നാലേ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുള്ളൂ. ക്ലിയർ? ഇത് ക്യാമറയിൽ ഉള്ള ലൈറ്റ് മീറ്റർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് 100% നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇനി നമ്മൾ ഈ 3 പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സെൻസിറ്റിവിറ്റി. അതിലേക്ക് വരുന്ന ലൈറ്റിനെ എങ്ങനെ ഈ സെൻസറിൽ അല്ലെങ്കിൽ ഫിലിമിലായിരുന്ന സമയത്ത് ആ ഫിലിം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അത് പതിപ്പിക്കുന്നു എന്നുള്ളതാണ്. ISO is a sensitivity of light. Okay,
ശരിക്കും ISO നമ്മളെല്ലാത്തിനും ഒരു ഇത് പറയില്ല, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, അതാണ് ഇതിൽ ഉദ്ദേശിച്ച ISO. അപ്പൊ ഈ ലൈറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ISO. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ലൈറ്റ് കുറവാണ്. ഓക്കെ, ഇപ്പൊ പ്രജേഷ് പുറത്ത് പോയിട്ട് കയറി വന്നു, പ്രജേഷ് പിന്നെ പോയി. ഓക്കെ, നമ്മളെല്ലാവരും ഞാനൊരു സിനിമക്ക് പോവാം. നമ്മള് സിനിമക്ക് പോകുന്ന സമയത്ത് സിനിമകളിൽ ടിക്കറ്റ് എടുത്തു, അവിടെ അപ്പൊ തന്നെ ഹൗസ്ഫുൾ, മീൻസ് അവിടെ ഷോ തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ടും കർട്ടൻ ഇതൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. തട്ടിട്ട് ഒന്നും കാണാൻ പറ്റില്ല, തിയേറ്ററിൽ കയറി ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ കണ്ണ് ആ ലൈറ്റുമായിട്ട് സെൻസിറ്റീവ് ആവുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ചെയറുകൾ കണ്ടെത്താൻ പറ്റുന്നു ചെറിയ ലൈറ്റിൽ. ശരിയല്ല? ഇനി സിനിമ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുകയാണ്, ഇതേ സിറ്റുവേഷൻ പെട്ടെന്ന് ഡോർ തുറക്കും, അയ്യോ ലൈറ്റിൽ അടിച്ചിട്ട്, പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് ആ പുറത്തുള്ള ലൈറ്റിനനുസരിച്ച് നിങ്ങളുടെ കണ്ണ്, അത് നമ്മുടെ കണ്ണിന് ദൈവം തന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. നമ്മളെ കണ്ണ് നമ്മുടെ തലച്ചോറും ബന്ധപ്പെടുത്തിട്ട് അത് അത് സെൻസിറ്റീവ് ആണ്, അത് ഓട്ടോമാറ്റിക്. പക്ഷെ ക്യാമറക്ക് ആ സെൻസിറ്റീവ്. അപ്പൊ ക്യാമറക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈ ലൈറ്റിൽ നിന്ന് ഞാൻ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ എന്റെ കണ്ണ് അതിന് പാകപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ ലോ ലൈറ്റിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തു പോയപ്പോൾ ഹൈലൈറ്റിനോട് എന്റെ കണ്ണ് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്നുള്ളത് പോലെ ക്യാമറക്ക് ഈ ലൈറ്റുകളോട് പൊരുത്തപ്പെടുന്നത്. ക്യാമറക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ എടുക്കുന്നിടത്ത് ഇത്ര ലൈറ്റ് ഉണ്ട്, നിന്നെ സെൻസറെ നീ ഇങ്ങനെ പെരുമാറുന്നത് ക്യാമറക്ക് കൺട്രോൾ ചെയ്യാൻ കൊടുക്കുന്ന വാല്യൂ ആണ്, ആ സെൻസിറ്റിവിറ്റി ഓഫ് ലൈറ്റ് ആണ് ISO. ക്ലിയർ? കാരണം ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പോകണം നമ്മൾ. അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ISOന്റെ അടുത്ത പറഞ്ഞത്, അടുത്ത സ്ലൈഡ്. ഓക്കെ, സി ഇനി ISO നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇറ്റ്സ് റിലേറ്റഡ് ടു മോർ വോയിസ് നോയ്സ് ആണ്. ജയനെ കുറച്ചുകൂടെ അതിനെ കുറിച്ച് അറിയിക്കാം. വോയിസ് നോയ്സ്, നമ്മൾ ഡിജിറ്റൽ നോയ്സ്, വോയിസ് നോയ്സ് നീ പോളിടെക്നിക് പഠിച്ചതല്ലേ? ഡിജിറ്റൽ നോയ്സ് അങ്ങനെ ISO ഇവിടെ ഈ ചിത്രം നമ്മുടെ ISOയുടെ 2 വാല്യൂസ്, അവിടെ ഒരു മൂണുണ്ട്, അതായത് ലോ ലൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു സൂര്യനുണ്ട്, ഹയർ ലൈറ്റ്. ലോ ISO നമ്പർ, ഡാർക്കർ ഇമേജ്, ലെസ് നോയ്സ്, ഹയർ ക്വാളിറ്റി. 3 സംഭവങ്ങൾ: ലെസ് നോയ്സ്, ഹയർ ഇമേജ് ക്വാളിറ്റി, ദെൻ ഡാർക്കർ ഇമേജ്. ഇനി ISO നമ്പർ നമ്മൾ കൂട്ടി കൊടുത്തു, അതായത് ലോ ലൈറ്റിൽ ഇപ്പൊ ഞാനൊരു പാർട്ടി, ഒരു പബ്ബിലെ പാർട്ടി എടുക്കുക, പബ്ബില് നൈറ്റ് ക്ലബിന്റെ ആംബിയൻസ് ആണ് ലോ ലൈറ്റ്. ഞാൻ ഉദാഹരണം പറഞ്ഞാട്ടോ, ഞാൻ അവിടെ പോയിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. അവിടെ ലോ ലൈറ്റ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ലോ ലൈറ്റ്, അവിടെ നമ്മൾ ഹയർ നമ്പറിലേക്ക് പോയേ പറ്റുള്ളൂ, ISOയിലേക്ക്. ഓക്കെ, സി ഇവർ ഇതിൽ ഞാൻ ISO 100 ഇനി 3200 വരുമ്പോൾ ബ്രൈറ്റർ ഇമേജ്, ദെൻ മോർ നോയ്സ്, ലോവർ ക്വാളിറ്റി. അപ്പൊ ISO സെൻസിറ്റീവ്, ലൈറ്റിന്റെ സെൻസിറ്റിവിറ്റി മനസ്സിലെപ്പോഴും വേണം. ഈ ISO എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോ നമ്മൾ പറയുന്ന സംഭവമുണ്ട്, ഈ നോയ്സ് ലെവല് നമ്മൾക്ക് ഓരോ ക്യാമറകളിലും നിങ്ങളെ അക്സെപ്റ്റബിൾ നോയ്സ് ലെവൽ നിങ്ങൾ കണ്ടെത്തണം. ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ലോ ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പറേച്ചർ വാല്യൂസിലും അല്ലെങ്കിൽ ഷട്ടർ സ്പീഡിലും നിങ്ങളുടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ, നിങ്ങൾക്ക് ISO ലെവൽ. ഓക്കെ, ഈ ISO ലെവലിൽ നിങ്ങളുടെ ക്യാമറയിൽ എത്ര മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റും? ഇപ്പൊ എന്റെ 5D Mark II എന്റെ അക്സെപ്റ്റബിൾ നോയ്സ് ലെവൽ 4000 ആണ്. 4000 വരെ ഞാൻ എടുത്തിട്ട് എനിക്ക് അക്സെപ്റ്റബിൾ നോയ്സ് ഇല്ല എന്നല്ല, നോയ്സ് കുറച്ചിട്ടുണ്ട്. എന്താ നോയ്സ് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതുവരെ പോയാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ മെയിൻ കാര്യങ്ങൾ